ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് വീട് നിയന്ത്രിക്കുന്ന ആ പവർ ഗ്രൂപ്പ് അത് ഇവരാണ്. ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പിസത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അക്ബർ, അപ്പാനി, ശരത് എന്നിവരിലേക്കാണ്. പക്ഷെ സത്യത്തിൽ ഈ സീസണിലെ ശരിക്കുള്ള ഗ്രൂപ്പ് അവരാണോ? അവരെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള മറ്റൊരു ശക്തമായ ഗ്രൂപ്പ് ബേബി വീട്ടിലുണ്ട്. ആര്യൻ കദൂരിയ, ജിസേൽ തക്രാൾ വീട്ടിലെ മത്സരാർത്ഥികളെ പല അർത്ഥത്തിലും നിയന്ത്രിക്കുന്ന അവിടുത്തെ റിയൽ പവർ ഗ്രൂപ്പ് ഇവരാണ്. അവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും അറിഞ്ഞോ അറിയാതെയോ ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാകുകയോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരുമാണ്. എന്നാൽ അക്ബർ, ശരത് ഗ്രൂപ്പിനോളം ഈ ഗ്രൂപ്പ് എക്സ്പോസ്ഡ് ആവുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അക്ബർ, ശരത് ഗ്രൂപ്പ് പോലും ആര്യൻ, ജിസേൽ എന്നിവരുടെ നിഴലിൽ നിൽക്കുന്നവരാണ്. ആര്യനും ജിസേലും ചെയ്യുന്ന തെറ്റുകളെ ഇവർ താരതമ്യേന ലഘൂകരിച്ചാണ് കാണുന്നതും ഇടപെടുന്നതും. അതിൽ തന്നെ അപ്പാനി, ശരത് വളരെ വിധേയത്വത്തോടെയാണ് ആര്യനോടും ജിസേലിനോടും പെരുമാറുന്നതെന്ന് പല അവസരങ്ങളിലും തോന്നാം. മണിപ്പുരയ്ക്ക് വേണ്ടി നടത്തിയ തെജിക്കൽ ടാസ്കിലെ ആര്യന്റെയും ജിസേലിന്റെയും പെർഫോമൻസ് കാരണമാണ് 1000 പോയിന്റുകൾ നഷ്ടമായത്. മൊട്ടയടിക്കുക എന്ന ഡിമാൻഡ് ആര്യൻ അനുസരിക്കുകയോ ജിസേലിനെ അത് ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്തില്ല. പകരം സീസൺ അവസാനിക്കുന്നതുവരെ മിണ്ടാതിരിക്കുക എന്ന ടാസ്ക് ആദ്യം തന്നെ ഏറ്റെടുത്ത അനീഷിന്റെ തലയിലേക്ക് ഇത് വെച്ചുകൊടുക്കാനാണ് ആര്യൻ ശ്രമിച്ചത്. ഇതിനുവേണ്ടി വളരെ പരിഹാസ്യമായ വാദങ്ങളാണ് ആര്യൻ ഉയർത്തിയത്. എന്തിനേറെ മതപരമായ കാര്യങ്ങൾ പോലും ഇവിടെ ആര്യൻ എടുത്തിടുകയുണ്ടായി. ആര്യന്റെയും ജിസേലിന്റെയും സ്ഥാനത്ത് മറ്റേത് മത്സരാർത്ഥികളായിരുന്നെങ്കിലും വലിയ പ്രശ്നമുണ്ടാകുമായിരുന്നു എന്നുറപ്പ്. പക്ഷേ ആര്യനോട് ഏറ്റവും സമാധാനത്തിൽ മാത്രമാണ് ശരത് സംസാരിച്ചതും കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചതും. അക്ബറിന് ആര്യന്റെയും ജിസേലിന്റെയും നിലപാടിൽ പ്രശ്നം തോന്നിയെങ്കിലും മറ്റുള്ള വിഷയങ്ങളിൽ അക്ബർ കാണിക്കാറുള്ള തീവ്രതയൊന്നും ഇവിടെ കണ്ടില്ല. പകരം ഈ പ്രശ്നത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അനീഷിൽ ആരോപിക്കാനാണ് അക്ബറും ശ്രമിച്ചത്. ആര്യനും ജിസേലും കാരണമാണ് ടാസ്ക് തോറ്റതെന്ന് കൃത്യമായി അറിവുണ്ടായിട്ട് പോലും അഭിലാഷ് ഒഴികെ മറ്റാരും ആ വിഷയം കൃത്യമായി ഉന്നയിക്കുകയോ ആര്യനും ജിസേലും തെറ്റുകാരാണെന്ന് പറയാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുമില്ല. ആര്യൻ പ്രതിരോധത്തിലാകുന്ന എല്ലാ സന്ദർഭങ്ങളിലും ജിസേൽ ആര്യനു വേണ്ടി സംസാരിക്കാറുണ്ട്. കാര്യങ്ങൾ വ്യക്തതയോടെ സംസാരിച്ച് ഫലിപ്പിക്കാൻ ആര്യന് കഴിയാത്ത എല്ലാ ഘട്ടങ്ങളിലും നന്നായി സംസാരിക്കാൻ അറിയുന്ന ജിസേൽ ആര്യനു വേണ്ടി പ്രതിരോധമൊരുക്കും. ത്യജിക്കൽ ടാസ്കിൽ ആര്യനുമേൽ കുറ്റം ആരോപിക്കുന്ന ഘട്ടങ്ങളിൽ അത് തനിക്ക് കിട്ടിയ ടാസ്ക് ആണെന്നും ആര്യനെ കുറ്റപ്പെടുത്താനാവില്ലെന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ജിസേൽ ശ്രമിച്ചത്. ശൈത്യ സംസാരിക്കുമ്പോൾ ആര്യൻ ചിരിക്കുന്നതും അത് കണ്ട ജിസേൽ ആര്യന് മുന്നറിയിപ്പ് നൽകുന്നതും ആര്യനെ പിന്നിലേക്ക് മാറ്റുന്നതുമെല്ലാം പ്രേക്ഷകർ കണ്ടതാണ്. അത്തരത്തിൽ മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായി അറിവുള്ള കാര്യങ്ങളിൽ പോലും ജിസേൽ കണ്ണും പൂട്ടി കള്ളം പറഞ്ഞിട്ടും ഒരാൾ പോലും ജിസേൽ എന്തിനാണ് ആര്യനു വേണ്ടി ഇത്തരത്തിൽ കള്ളം പറയുന്നതെന്ന് ചോദിച്ചിട്ടില്ല. ആര്യൻ ചിരിച്ചത് ഒരു പ്രശ്നമാകുമ്പോഴും ആര്യന് വേണ്ടി ജിസേൽ പറഞ്ഞ കള്ളം അവിടെ വിഷയമാകുന്നില്ല. അനുമോൾ ഒഴികെ വീട്ടിലെ പലരും നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രമാണ് ജിസേലിനെതിരെ സംസാരിക്കുന്നത്. അല്ലാത്ത പക്ഷം ജിസേൽ ചെയ്യുന്ന ഓരോ കാര്യവും ചോദ്യം ചെയ്യാൻ ബിഗ് ബോസ് വീട്ടിൽ ആരും തയ്യാറല്ല. ആര്യൻ, ജിസേൽ എന്നിവർക്കെതിരെ ശബ്ദമുയർത്തുന്നവർ വീട്ടിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആ പവർ ഗ്രൂപ്പിന്റെ ശക്തി എത്രയാണെന്ന് വെളിവാക്കപ്പെടുന്നതുമാണ്. വീടിനുള്ളിൽ ഇവർക്കുള്ള ഹീറോ പരിവേഷം പൊളിക്കാനാവുന്ന ആൾ ആരാണോ അയാളായിരിക്കും ഈ സീസണിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുക. അത് നിലവിൽ വീട്ടിലുള്ള ആളുകളാകുമോ അതോ ഇനി വരുന്ന വൈൽഡ് കാർഡുകളാകുമോ എന്ന് കണ്ടറിയണം.